ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാടാ. ഇംഗ്ലീഷ് ഗ്രാമറിലെ ബേസിലെ പാർട്ട് 2 ആട്ടോ. പാർട്ട് 2 രണ്ടാമത്തെ പാർട്ടാണ്. എന്താണ് സാർ ഓക്സിലിയറി വേർബ് അല്ലേ? ഓക്സിലിയറി വേർബ് തന്നെ പറയുന്നുണ്ട്. ഓക്സിലറി അല്ല, ഓക്സിലിയറി വേർബ്. അതിന്റെ സ്പെല്ലിംഗ് നോക്കൂ, AUXILIARY. തെറ്റരുതേ, ശ്രദ്ധിക്കണേ, തെറ്റരുത്. ഓക്സിലിയറി വേർബ് എങ്ങനെ പറയാ? ഓക്സിലിയറി വേർബ്. അപ്പൊ സാർ വാട്ട് ഈസ് ഓക്സിലിയറി വേർബ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരാണ് പറയാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. which helps a verb in a sentence. ഒരു പ്രവൃത്തിയെ സഹായിക്കുന്ന മറ്റൊരു പ്രവൃത്തി, ഒരു പ്രവൃത്തിയെ സഹായിക്കുന്ന മറ്റൊരു പ്രവൃത്തി. എക്സാമ്പിളോട് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ പ്ലേ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി അർത്ഥം എന്താ മക്കളെ? കളി എന്നാണ് അർത്ഥം. എന്താ അർത്ഥം പറ? കളി. എങ്കിൽ നമ്മളൊക്കെ പഠിച്ചുള്ള കളിക്കുക, കളിക്കുന്നു, കളിക്കാറുണ്ട് എന്നാണല്ലേ. എക്സാക്ട്ലി പ്ലേന്റെ അർത്ഥം എന്താണ് പറ? കളി എന്നാണല്ലോ. കണ്ട, കളി 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 എന്നല്ലേ എക്സാക്ട്ലി പ്ലേന്റെ അർത്ഥം. നമ്മളെ വകയില് കുകാക്കുന്നു കാറുണ്ട്. വാട്ട് യു മീൻ ബൈ കുകാക്കുന്നു കാറുണ്ട്? അറിയോ നിങ്ങൾക്ക്? ചെയ്യുക, ചെയ്യുന്നു, ചെയ്യാറുണ്ട്. കളി പ്ലസ് ചെയ്യുക, കളിക്കുക. കളി പ്ലസ് ചെയ്യുന്നു, കളിക്കുന്നു. കളി പ്ലസ് ചെയ്യാറുണ്ട് പറ, കളിക്കാറുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയില്ലേ? നിങ്ങൾ ആരും ഇങ്ങനെ പറയല്ലോ, ഞാൻ കളി ചെയ്യാറുണ്ട്, അങ്ങനെ പറയലുണ്ടോ? ഇല്ലല്ലോ. ഞാൻ കളിക്കാറുണ്ട് എന്നല്ലേ പറയാ. അപ്പൊ ഈ ചെയ്യാറുണ്ട് കളിൻ്റെ ഉള്ളിലേ കയറ്റി വെക്കല്ലേ ചെയ്യുന്നത്. ലൈക്ക് ദാറ്റ് ഇൻ ഇംഗ്ലീഷ്. നോക്കൂ നിങ്ങൾ, ഈ ചെയ്യുക, ചെയ്യുന്നു, ചെയ്യാറുണ്ട് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്ന വേർഡാണ് ഡു. എന്താ പറയാ? ഡു. കണ്ട, DO. DO. അപ്പൊ നോക്കൂ, ശരിക്കും പ്ലേന്റെ അർത്ഥം കളി എന്നല്ലേ? അല്ലേ? ഇത് കളിക്കുക എന്ന അർത്ഥം വന്നത് എപ്പോഴാണ്? ഈ ഡു വന്നപ്പോഴല്ലേ മക്കളെ? അല്ലേ? അല്ലെങ്കിൽ കളിക്കുന്നു എന്ന് പറയുന്ന അർത്ഥം വന്ന എപ്പോഴാണ് പറ? ഈ ഡു വന്നപ്പോഴാണ്. ഇല്ലേ? നോക്കൂ, നിങ്ങൾ കളിക്കാറുണ്ട് എന്ന് അർത്ഥം വന്ന എപ്പോഴാണ് പറ? ഡു വന്നപ്പോഴാണ്. അല്ലേ? അപ്പൊ ഇതിന്നൊരു കാര്യം മനസ്സിലാക്കണേ. ഒരു പ്രവൃത്തിക്ക് ഒറ്റക്ക് നിൽക്കാൻ പറ്റൂല. ഈ മറ്റൊരു പ്രവൃത്തിന്റെ ഹെൽപ്പ് നിർബന്ധമാണ്. അങ്ങനെ സഹായിക്കുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേരാണെന്ത് പറ? ഓക്സിലറി വേർബ്. ക്ലിയർ അല്ലേ മക്കൾ? എന്ന് പറയാ ഓക്സിലറി വേർബ്. സി, അങ്ങനെ സഹായിക്കാൻ ഇംഗ്ലീഷിൽ 24 ഓക്സിലറി വേർബ്സ് ആണുള്ളത്. എത്ര ഉള്ളത് പറ? 24 ഓക്സിലറി വേർബ്സ്. റെഡി അല്ലേ മക്കളെ? അപ്പൊ നോക്കൂ, ഏതൊക്കെയാണ് ആ 24 ഓക്സിലറി വേർബ്സ് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ പഠിക്കാം കേട്ടോ. നോക്കൂ നിങ്ങൾ, ഒന്നാമത്തത് ഒന്ന് ബി ഫാമിലി. ഏതാണ് പറ? ബി ഫാമിലി. സെറ്റ് ആണല്ലോ. അടുത്തത് ഡു ഫാമിലി, അടുത്തത് ഹാവ് ഫാമിലി. കാണാണ്ട് പഠിക്കണേ. ഇതൊന്നും അറിയാണ്ടേ ഒരു ക്വസ്റ്റ്യൻ ടാഗോ ഒരു റിപ്പോർട്ടഡ് സ്പീച്ചോ ഒരു ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസോ ഒന്നും ചെയ്യാൻ പറ്റൂല. ഈവൻ ഇഫ് ക്ലോസ് പോലും ചെയ്യാൻ പറ്റൂലടാ. അതുകൊണ്ടാണ് ഞാനിത് കാണാണ്ട് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്റെ കൂടെ പഠിച്ചോ. ബി ഫാമിലി ഏതൊക്കെയാണ്? ആം, ഈസ്, ആറ്, വാസ്, വേറ്. ക്ലിയർ? ആം, ഈസ്, ആറ്, വാസ്, വേറ്. അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. ഡു ഫാമിലി ഏതാണ്? ഡു, ഡസ്, ഡിഡ്. ഏതാണ് പറ? ഡു, ഡസ്, ഡിഡ്. ഡു, ഡസ്, ഡിഡ്. അടുത്ത ഹാവ് ഫാമിലി ഏതാണ്? ഹാവ്, ഹാസ്, ഹാഡ്. ഒന്നുമില്ല പറ, ഹാവ്, ഹാസ്, ഹാഡ്. അടുത്ത് നോക്കിക്കോൾട്ടാ. അപ്പൊ ഈ 3 ഫാമിലി ഒരു സെറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടോ. ബി ഫാമിലി അറിയോ? അപ്പൊ ആം, ഈസ്, ആർ, വാസ്, വേർ, ഡു. അല്ലേ? ഡു ഫാമിലി അറിയോ? ഡു, ഡസ്, ഡിഡ്. അല്ലേ? ഹാവ് ഫാമിലി അറിയോ? ഹാവ്, ഹാസ്, ഹാഡ്. സെറ്റ്. അടുത്ത് നോക്കൂ നിങ്ങൾ, വെഷ്കുണുമ്മ എന്ന് പറഞ്ഞു നോക്കൂ. വെഷ്കുണുമ്മ അല്ലെ? എന്ന് തുടക്കത്തിൽ ഉണ്ടാവും അല്ലെ? വ് എന്ന് പറഞ്ഞാൽ വില്ല് കിട്ടിയാൽ വുഡ്, ഷാള് കിട്ടിയാൽ ഷുഡ്, ദെൻ ക്യാന് കിട്ടിയാൽ കുഡ്, അല്ലെ? ഇത് കുൽഡ് എന്നൊന്നും വായിക്കരുത് കേട്ടോ. കുഡ് അല്ലെ? വുൾഡ് അല്ല, വുഡ്. ഷുൾഡ് അല്ല, ഷുഡ്. അപ്പൊ വുഡ്, ഷുഡ്, കുഡ്. അടുത്ത ഏതാണ് പറ? മൈറ്റ് കേട്ടോ. മേ അല്ലെങ്കിൽ മൈറ്റ്. അപ്പൊ ഏതൊക്കെയാണ് പറ? വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്. റിപ്പീറ്റ് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. വിൽ, വുഡ് പറ, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്. റെഡി? അടുത്തത് നോക്കൂ നിങ്ങൾ കേട്ടാ. ഈസിയാണ്. ചുണ്ട് കൂട്ടി പിടിച്ചാൽ കിട്ടുന്ന നമ്മൾ ആൽഫബറ്റ് ഏതാ? ഓ എന്നായിരിക്കും. ഓ അല്ലെ? ഓ ഓ ഓ അല്ലെ? അപ്പൊ O2. ഏതാണ് പറ? O2. ഏതാണെന്ന് പറ? O2. അപ്പൊ O2 അടുത്ത സ്പെല്ലിംഗ് ഏതാ? യു എന്നല്ലേ? അല്ലേ? അപ്പൊ അടുത്ത യൂസ്ഡ് ടു. അപ്പൊ O2 യൂസ്ഡ് ടു പറ. O2 യൂസ്ഡ് ടു. നീ ചിരിച്ചാൽ മതി. കണ്ട, മസ്റ്റ് അല്ലെ? മസ്റ്റ് നീഡ് ഡയർ. കണ്ട, മസ്റ്റ് നീഡ് ഡയർ. ക്ലിയർ അല്ലേ മക്കളെ? എങ്ങനെ പറയാ? മസ്റ്റ് നീഡ് ഡയർ. മസ്റ്റിന് മാത്രം വായ അടച്ചാൽ മതി, നീഡ് ഡയർ വായ അടക്കണ്ട കേട്ടോ. മസ്റ്റ് നീഡ് ഡയർ. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതിന് പറയുന്ന പേരാണെന്ത്? മൊഡാൽ ഓക്സിലറി വെർബ് എന്ന് അതിന് പറയാട്ടോ. ഇത് മൊത്തം വരും കേട്ടോ. ഇത് മൊത്തം വരും. ഈ മൊത്തത്തിന് പറയുന്ന പേരാണെന്ത് പറ? മൊഡാൽ ഓക്സിലറി വെർബ്. മോഡൽ എന്നല്ല, മൊഡാൽ ഓക്സിലറി വെർബ് ആട്ടോ. DAL ആണ്. ഇതിന് പറയുന്ന പേരോ സാറ്? ഇതിന് പറയുന്ന പേരാണ് പ്രൈമറി ഓക്സിലറി വെർബ്. എന്താ പറയാ?
പ്രൈമറി ഓക്സിലറി വെർബ്. അത് വിളിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് ഇംഗ്ലീഷിൽ മെയിൻ വെർബായിട്ടും ഓക്സിലറി വെർബായിട്ടും ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, ആക്ട് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതിനൊക്കെ ഓക്സിലറി വെർബായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പറയുന്ന കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്, പിന്നീട് പഠിക്കാം നമുക്ക്. ഇപ്പൊ ബേസിക്കലി ഈ 24 ഓക്സിലറി വെർബ്സ് എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ കാണാണ്ട് പഠിച്ചിരിക്കണം, എങ്കിലേ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഓക്സിലറി വെർബ് സെറ്റ് അല്ലേ? താങ്ക് യു വെരി മച്ച്.